നമ്മളിപ്പോൾ ഉള്ളത് ഷെറിന്റെ കൂടെയാണ്. ഷെറിന് ഇരുമ്പ് പാത്രങ്ങളുടെ ബിസിനസ്സാണ് കേട്ടോ. ആ ബിസിനസിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. എന്തുകൊണ്ടാണ് ഈ കാസ്റ്റ് അയൺ സെലക്ട് ചെയ്യാനുള്ള റീസൺ? ഹെൽത്ത് വൈസ് ആയിട്ട് ആദ്യം ഞാൻ ഒന്ന് ചിന്തിച്ചു, ഹെൽത്തി ആയിട്ട് നമുക്ക് എന്ത് പാത്രത്തിൽ കുക്ക് ചെയ്താലാണ് ബെറ്റർ ആവുക, ലാസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കണം. അപ്പൊ ചോദിക്കും, പറയാൻ പറ്റും, പെട്ടെന്ന് പറയും മൺചട്ടി നല്ലതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യില്ലല്ലോ, കുറെ കാലം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പം നമ്മളൊരു ഒരു ട്രഡീഷണൽ സംഭവത്തിന് ഒരു മോഡേൺ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നി. കാസ്റ്റ് അയണിന്റെ കുക്ക് വെയർസ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റും ആണ്, ഒരു സ്റ്റൈലിഷും ആണ്. ഇപ്പോഴത്തെ ഒരു മോഡുലാർ കിച്ചൻ്റെ അകത്ത് കാസ്റ്റ് അയൺ ഒരു സ്റ്റൈലിഷ് ആണ്. ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടായ ഒരു ബ്രാൻഡ് നെയിമാണ് ഫെറൈറ്റ്. ഒരു അയൺ എന്ന പേരിന് ഒരു വേറൊരു കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ളൊരു പേര് എന്ത് കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് ഒരുപാടൊന്നും നടക്കേണ്ട വന്നില്ല. ഇങ്ങനെ അതിൻ്റെ കുറച്ച് വേറെ വേറെ പേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഫെറൈറ്റ് എന്നുള്ള പേര്. പിന്നെ രണ്ടാമതൊന്നും തിങ്ക് ചെയ്യാൻ പോയില്ല. ഞാനിപ്പോൾ 3 വർഷമായി ഫെറൈറ്റ് കാസ്റ്റ് അയൺ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓരോ വർഷവും നല്ല രീതിയിൽ എനിക്കതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് സെറ്റിൽ ആവുന്നത്. ഞങ്ങളൊരു 16 ഇയേഴ്സ് ബാംഗ്ലൂരിലായിരുന്നു. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ബിസിനസ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ കാസ്റ്റ് അയണിനെ കുറിച്ചിട്ട് ഞാൻ കുറേ കാലം പഠിച്ചതുമാണ്. ഇത് ഞാൻ തന്നെ പേഴ്സണലി വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായിരുന്നു ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. പിന്നെ ആ സമയത്ത് ടൈംസ് നൗ പത്രത്തിൽ ഇതിനെക്കുറിച്ചിട്ടൊരു കണ്ടൻറ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വായിക്കണേക്കാളും മുമ്പ് ഹസ്ബൻഡ് ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എനിക്കൊരു സ്ഥലത്ത് കാണിച്ചു തന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്തു നോക്കിക്കൂടെ. അപ്പോൾ കോവിഡ് ഇങ്ങനെ നല്ലൊരു പീക്ക് സമയത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഫെറൈറ്റ് കാസ്റ്റ് അയൺ തന്നെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോഴാണ് അത് സക്സസ് ആയിരുന്നു, ഒരു പരിധി വരെ സക്സസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ കോവിഡ് ശരിക്കും ഹെൽപ്പ് ചെയ്തു ബിസിനസ്? യെസ് എൻ്റെ ഫെറൈറ്റിൻ്റെ വളർച്ചയിൽ കോവിഡ് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ജനങ്ങൾ ഒന്ന് എല്ലാ രീതിയിലും ഹെൽത്ത് വൈസ് ആയിട്ട് ഒന്ന് മാറണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാത്രങ്ങൾ കൊണ്ട് ഞാൻ വരുന്നത്. അത് നല്ല രീതിയിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എത്ര പ്രോഡക്റ്റ് വെച്ചായിരുന്നു നമ്മുടെ ഒരു തുടക്കമൊക്കെ? ഒരു 6 പ്രോഡക്റ്റ്, ഇപ്പം അത് 15 വെറൈറ്റി ആയി. അതിൻ്റെ കൂടെ കൽച്ചട്ടി വന്നു. കൽച്ചട്ടി കടായി ഷേപ്പിലുള്ള കൽച്ചട്ടിയൊക്കെ അവൈലബിൾ ആണിപ്പോൾ. പിന്നെ ട്രൈപ്ലൈയുടെ സർജിക്കൽ സ്റ്റീലിൻ്റെ കുക്ക് വെയർസും എൻ്റെ കയ്യിലുണ്ട്. 3 ലെയർ ട്രൈപ്ലൈ വരുന്ന പിന്നെ കരിഞ്ഞൊന്നും പിടിക്കാത്ത ടൈപ്പുള്ള നമുക്ക് ഭയങ്കര പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്ന സ്റ്റീലിൻ്റെ കുക്ക് വെയർസും ഇപ്പോൾ അവൈലബിൾ ആണ്. ശരിക്കും ഒരു കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീട്ടമ്മയുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണോ ഇത്? അതെ ഹെൽത്ത് വൈസ് ആയിട്ട് കുക്ക് ചെയ്യണം. പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു. അതിങ്ങനെ ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ കണ്ട് കുക്ക് ചെയ്ത് ആസ്വദിച്ച് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു 8 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ പീലിംഗ് വരാൻ തുടങ്ങും. അപ്പം ഞാൻ ഭയങ്കര ഡെസ്പാവാറുണ്ട് സത്യത്തിൽ. കാരണം അതിൻ്റെ ഭംഗി പോയി, അതിലുപരി അതിൻ്റെ ആ ഒരു കോട്ടിങ് എല്ലാം അകത്ത് പോയിട്ടുണ്ട് എന്നുള്ള. ഇനി പോയാലും പോയില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് സ്ഥാപിക്കാൻ തുടങ്ങി. അതകത്ത് പോയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും പിള്ളേർക്കും ഞങ്ങളൊക്കെ അത് തിന്ന് പോയിട്ടുണ്ട്. അങ്ങനെയാണ് പതുക്കെ ഇനി ലാസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുക്ക് വെയർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ കാസ്റ്റ് അയണിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞത്. അങ്ങനെ ആദ്യം ഞാൻ വാങ്ങി യൂസ് ചെയ്തു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പിന്നെ പതുക്കെ ഞാനത് ഒരു ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്തു. ഇത് ഒരു 95% ഓൺലൈനാണ് പോകുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഓൺ സ്ട്രെച്ചിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എത്രയായിരുന്നു നമ്മുടെ ഒരു മുതൽ മുടക്ക്? ഈ എമൗണ്ട് എങ്ങനെയാണ് കളക്ട് ചെയ്തത്? ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ് എനിക്ക് ആദ്യത്തെ ഒരു ക്യാപിറ്റൽ എമൗണ്ട് തന്നത്. ഞാൻ അതിൽ നിന്നാണ് പതുക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വന്നത്. ബ്രേക്ക് ഈവൻ എനിക്കൊരു 1 ഇയർ ആയപ്പോഴേക്കും ആയി. കാരണം ഇതിൻ്റെ കാസ്റ്റ് അയണിൻ്റെ ആക്സെപ്റ്റൻസ് നല്ല രീതിയിലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാസ്റ്റ് അയൺ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അല്ലാതെ ഉള്ള വെറുതെ ഒരു രസത്തിനുള്ള ആൾക്കാരൊന്നും വന്ന് ചോദിച്ചിട്ട് എൻക്വയറിക്കൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. പ്രീമിയം ലെവലുള്ളവരാണ്. എൻ്റെ ഒരു 99% പ്രീമിയം കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത്. വാങ്ങിയവർ തന്നെ വീണ്ടും വരുന്നുണ്ട്. അവർ എല്ലാം റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ റെക്കമെൻഡേഷൻസ് പോകുന്നുണ്ട്. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മോട്ടിവേഷൻ എന്താണ്? BNI എന്ന് പറഞ്ഞ ഒരു ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണലിൽ മെമ്പറായിരുന്നു ഞാൻ. എനിക്കൊരു ഇനിയൊരു ബ്രേക്ക്, ഇത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയിൽ നിന്ന്
ഒന്ന് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് പോകണം എന്ന് തോന്നിയ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് BNI കുറിച്ച് എൻ്റെ അടുത്ത് പറയണം. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, വേഗം പോയി BNI മെമ്പർഷിപ്പ് എടുത്തു. അതിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങും കണക്ഷൻസും ഞാൻ നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ഭയങ്കര ഒരു ഹരമായിരിക്കും, ഭയങ്കര ഒരു എനർജിയാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ. നമുക്ക് ഈ ആഴ്ച ഞാൻ ഇത്ര രൂപയ്ക്ക് ബിസിനസ് ക്ലോസ് ചെയ്യും, ഞാൻ ഇത്ര ആൾക്ക് അടുത്ത ആഴ്ച ഞാൻ ഇത്ര ബിസിനസ് ഞാൻ കൊടുത്തിരിക്കും എന്നുള്ളൊരു ടാർഗറ്റൊക്കെ എഴുതി വെച്ചിട്ടായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് 2 കുട്ടികളുണ്ട് വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ ഓൺലൈൻ മീഡിയ തന്നെയാണ് യൂസ് ചെയ്തിട്ട്. സോഷ്യൽ മീഡിയ ആണ് അതെ, സോഷ്യൽ മീഡിയ തന്നെയാണ് മാർക്കറ്റിംഗ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലൊരു ഏറ്റവും ഹിറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അപ്പച്ചട്ടിയാണ്. പിന്നെ സ്കൂള് തുറക്കുമ്പോൾ, അതായത് മെയ്, ജൂൺ, ജൂലൈ ആ സമയത്ത് ഈ ഒരു പാനിന് ഭയങ്കര മൂവിങ്. കാരണം മറ്റേ ടൈമിൽ നമുക്ക് 4 ദോശ, 4 പാൻ കേക്ക്, പിന്നെ 4 ബുൾസൈ, അങ്ങനെയെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആക്കാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എണ്ണയില്ലാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഗ്രിൽ പാൻ, അത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് എടുക്കാറുണ്ട്. നമുക്ക് എണ്ണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കനോ സ്റ്റേക്കൊക്കെ ചെയ്യാനാണെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു ലിഡ് കൊണ്ടിട്ട് അടച്ചു വെച്ചാൽ മതി. ഇൻഡക്ഷനിലും ഗ്യാസിലും ഒരുപോലെ പോകുന്ന ഒരു പാത്രമാണിത്. ഇതിൻ്റെ ഒരു സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസാണ്. പിന്നെ നമുക്ക് ഇൻഡക്ഷനിലും വയ്ക്കാം. പിന്നെന്താ, ഇലക്ട്രിക് കുക്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അവൻ OTGയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, എല്ലാവർക്കും എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു ദോശക്കല്ല് അല്ലേ? 2 കാതുള്ളത്, 1 കാതുള്ളത്, പിന്നെ ഹാൻഡിലുള്ളത് ദോശക്കല്ല്. 11 ഇഞ്ചാണ് ഈ 11.5 ഇഞ്ചാണ് ഈ ദോശക്കല്ലിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഞാൻ മാക്സിമം ഈ അളവിലുള്ള ദോശക്കല്ലേ കൊടുക്കുകയുള്ളൂ കസ്റ്റമറിന്. 12 ഇഞ്ചിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം വരെ ഈ സംഭവം ചൂടെത്തൂല, അപ്പം മൊരിയൂല, അതവിടെ വേവാതിരിക്കും. ഒരു കാര്യം കസ്റ്റമർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോശ ഉണ്ടാക്കുന്ന പാനിൽ ഒരു കാരണവശാലും ചപ്പാത്തി ഉണ്ടാക്കരുത്. കാരണം ദോശ കിട്ടത്തില്ല അതിൻ്റെ അകത്ത്. ചപ്പാത്തിയുടെ പാൻ ചപ്പാത്തിക്ക് സെപ്പറേറ്റ് തന്നെ എടുക്കണം. ആ ചപ്പാത്തി പാനിൽ നമുക്ക് എഗ്ഗും കാര്യങ്ങളെല്ലാം ചെയ്യാം, പക്ഷെ ദോശ മാത്രം കിട്ടത്തില്ല അതിൻ്റെ അകത്തുനിന്ന്. ഇത് അഞ്ചരപ്പെട്ടിയാണ്, ബ്രാസ് ഫിനിഷിൽ വരുന്നതാണ് ഈ ഒരു സംഭവം. 8 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് സൈസ് എന്ന് പറയുന്നത്. ഈ എഡ്ജ് ടു എഡ്ജ് 8 ഇഞ്ചാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 7 ചെറിയ ഇത് കണ്ടോ, ഈ ഒരു കുട്ടി പാത്രമുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മസാലകൾ ഇടണമെന്നുണ്ടെങ്കിൽ മസാലകൾ ഇട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കുക്കിംഗ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ടു ഹാൻഡിലാണ്. കാസ്റ്റ് അയണിൽ എൻ്റെ കയ്യിൽ, ഫെറൈറ്റിൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിൽ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ 750 റുപ്പീസിൻ്റെ തടുക്ക പാൻ തുടങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു 2350 അല്ലെങ്കിൽ 2450 റേഞ്ചിലെ 12 ഇഞ്ചിൻ്റെ ഈ കടായി വരെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിലിറ്റി ആയിട്ടുള്ളത്. പിന്നെ കാസ്റ്റ് അയണിൻ്റെ തന്നെ ഡച്ച് ഓവൻ വരുന്നുണ്ട്. അതൊരു 4700 റേഞ്ചിലേക്ക് പോകും. ഇതെല്ലാം സീസൺഡാണ്, കംപ്ലീറ്റ്ലി പ്രീ സീസൺഡാണ്. നമ്മൾ കസ്റ്റമർ ഇത് കൈ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സവാള വഴറ്റിയിട്ട് അത് കളഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. വെള്ളത്തോടെ ഈ സാധനം വെക്കരുത്. നമ്മൾ കഴുകിയിട്ട് വെള്ളം കളയാതെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ റസ്റ്റ് വരും. കാരണം അതിൻ്റെ അകത്ത് വേറെ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ പെട്ടെന്ന് ഈസി ടു ഹാൻഡിൽ എല്ലാം കാസ്റ്റ് അയൺ. ചില കസ്റ്റമേഴ്സ് ഇതിലിങ്ങനെ തുരുമ്പ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, കുക്ക് ചെയ്യുമ്പോൾ തുരുമ്പ് വരുന്നു എന്നിങ്ങനെ പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും കൂടിയും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഈ ഉപ്പ് വെള്ളം സോൾട്ട് മിക്സ് ആയിട്ടുള്ള ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിച്ചിങ്ങിനല്ല ഈ ഒരു കറുത്ത കളർ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് വരുന്നതിന് ചാൻസസ് കൂടുതലാണ്. പിന്നെ തുരുമ്പ് വരുന്നത് നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കറി നമ്മൾ പെട്ടെന്ന് മാറ്റണം. ആ ഒരു ബ്ലാക്ക് കളർ വരുന്നത് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കറി നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് സിങ്കിലകത്ത് ഇറക്കി വെച്ചിട്ട് കുറച്ച് കടലപ്പൊടിയോ വീറ്റ് ഫ്ലോറോ ഇട്ടിട്ട് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ കുക്ക് ചെയ്ത ആ ഒരു എണ്ണമയം അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഡിറ്റർജൻറ്റ് ഇട്ട് കഴുകുമ്പോൾ ആ എണ്ണമയം കൂടി പോയിട്ട് ഫുള്ള് ഡ്രൈ ആവും ഈ സാധനം.
അങ്ങനെ ഡ്രൈ ആകുമ്പോൾ എന്ത് പറ്റും, നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് എണ്ണ തടവേണ്ടി വരും. ഈ കടലപ്പൊടിയോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറോ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എണ്ണ തടവണ്ട. പക്ഷെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി അങ്ങ് കൊടുത്താൽ മതി. അത് ഡ്രൈ ആയിട്ട് അതവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. 1450 രൂപ മുടക്കി നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നോൺ സ്റ്റിക്ക് നമ്മൾ എന്തായാലും വാങ്ങും അല്ലേ. അതിനൊരു 8 മാസം നമ്മളത് യൂസ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് ഇങ്ങനെ പീലിംഗ് വരാൻ തുടങ്ങും. നമുക്കതൊരു 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ നമ്മളത് നിർബന്ധിതമായി നമ്മളത് ഒഴിവാക്കാൻ തുടങ്ങണം. ഒഴിവാക്കിയേ പറ്റൂ. കാരണം നമ്മളത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതേ പൈസ മുടക്കിയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പാൻ എങ്കിലും വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ലോങ് അവിടെ കിടന്നോളും. നമുക്ക് ഇതിനൊന്നും അങ്ങനെ അത്രത്തോളം വെയിറ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു 1.5 1.4 kg ഇത്രേ വെയിറ്റ് ഉള്ളൂ. നമുക്ക് ലൈഫ് ലോങ് കിടന്നോളും. ഇയർലി നമ്മൾ 1450 റുപ്പീസ് നമ്മൾ ഇയർലി ചിലവാക്കണോ അല്ലെങ്കിൽ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാസ്റ്റ് അയണിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തന്നെ ഒരു ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ശരിക്കും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതെങ്ങനെയാണ് ഈ ജോലി വേണ്ടാന്ന് വെച്ച് ബിസിനസ്സിലേക്ക് വരാൻ തീരുമാനിച്ചത്? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് പ്രിഫറൻസ് കുട്ടികൾ തന്നെയാണ്. കുട്ടികൾക്ക് ഞാൻ വേണ്ട ഒരു സമയം ആയിരുന്നു. ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് അതുങ്ങൾ 5ലും 2ലും ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പം ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവരൊറ്റക്കാണ് വീട്ടിൽ, അവർ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ ബിസിനസ് എന്നുള്ളൊരു ഇതിലേക്ക് പോയത്. ഇപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളെ നോക്കാം, വീടും നോക്കാം, എൻ്റെ ഫാമിലിയായിട്ട് കൂടുതൽ എനിക്ക് ഇരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഇപ്പോഴും ഒരു ഷോപ്പ് എന്ന കൺസെപ്റ്റിലേക്ക് പോവാത്തത്. ഈ ചെറിയ ചെറിയ ബിസിനസ് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവാത്തവർ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരു പ്രോഡക്റ്റിൻ്റെ ബിസിനസ്സിനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബാക്കപ്പ് കയ്യിൽ വെക്കുക. പിന്നെ നല്ലപോലെ വിഷൻ വേണം. കാരണം ഇത് എപ്പോൾ ഇത് കയറി ക്ലിക്കാവും എന്ന് പറയാൻ പറ്റില്ല. വൺസ് ക്ലിക്കായാൽ പിന്നെ അതങ്ങ് പോയിക്കോളും. ഒരു ഫ്ലോയിൽ നമ്മൾ വർക്ക് ചെയ്ത് പോയാൽ മതി. ആധുനിക അടുക്കളയിലേക്ക് പരമ്പരാഗത രീതി എന്ന ആശയം കൊണ്ടുവന്നതാണ് ഷെറിന്റെ വിജയരഹസ്യം. ഇത്തരം പുതിയ ചിന്തകൾ എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്.